ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ടെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കോടതി നിയമം വന്നിരുന്നു അല്ലേ? സുപ്രീം കോടതിയുടെ ഒരു വിധി വളരെ ശ്രദ്ധേയമായിരുന്നു. ഇപ്പം സർവീസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വളരെയധികം ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് അല്ലേ? അതായത് ഗവൺമെൻറ് സർവീസിലുള്ള, അതായത് നമ്മുടെ PSC നടത്തുന്ന എക്സാമുകൾക്ക് ഈ നിയമം ടെറ്റ് വേണം എന്ന് നിർബന്ധം കൊണ്ടുവന്നിരുന്ന കാലം തൊട്ട് ആ ഒരു നിയമം ഫോളോ ചെയ്ത് ഗവൺമെൻറ് അധ്യാപകർ ഒരു സേഫ് സോണിലാണ്. ടെറ്റ് ഉള്ളവർ മാത്രമാണ് ഇപ്പം നിലവിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് എക്സാമുകൾ, നമ്മുടെ എലിജിബിലിറ്റി എക്സാം ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളെ പോലുള്ള മറ്റു രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഒരു ചെറിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ഉള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അല്ലേ? ഇനി ഞാനത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണും അല്ലേ? അധ്യാപന ജോലിയിലേക്ക് ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി. ടെറ്റില്ലാത്തവർ സർവീസിൽ വേണ്ട. 5 വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവർക്ക് ഇളവുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ തർക്കം വിശാല ബെഞ്ചിന്. ഓക്കെ, അപ്പോൾ നോക്കുക, ടെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആക്കി മാറ്റിയിട്ടുണ്ട്. മുമ്പ് നമുക്കറിയായിരുന്നു ഇത് ആക്ച്വലി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇതുവരെയുള്ള വിദ്യാർത്ഥികൾ പലരും സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട് ടെറ്റ് പോലുള്ള താഴോട്ടുള്ള എക്സാം ക്ലിയർ ചെയ്യാതെ പോയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്, ഇതുവരെയുള്ള റൂൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമമാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടെറ്റ് സെറ്റ് കിട്ടിയിട്ട് ടെറ്റ് പോലുള്ള എക്സാം അന്ന് എഴുതിയൊക്കെ തീർച്ചയായും കിട്ടുന്നവരായിരുന്നിരിക്കാം. പക്ഷേ സെറ്റ് ഉണ്ടല്ലോ എന്നോർത്ത് ടെറ്റിന് പോവാതിരുന്ന കുട്ടികളും ഉണ്ട് അല്ലേ? അവർക്കൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഈ നിയമം മൂലം ഉണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ടെറ്റ് എക്സാമും എല്ലാവരും എഴുതി വെക്കണം. ഇനിയിപ്പം നിലവിൽ ടെറ്റ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3 ഉണ്ടെങ്കിൽ 2 വേണം, 3 ഉണ്ടെങ്കിൽ 2 വേണ്ട എന്നൊന്നും ആ രീതിയിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ കാറ്റഗറി 3 ഉണ്ടെങ്കിൽ മതി എന്നാണ് തോന്നുന്നത്. താഴോട്ടുള്ള എക്സാമുകളുടെ ഒന്നും ഇപ്പം നിലവിലൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ എലിജിബിൾ ആണ് ആ എക്സാം എഴുതാനെന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതി നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇനി അടുത്ത തവണ ഒരു നിയമം വരുവാണ്, ടെറ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിലും അതാത് കാറ്റഗറി ക്ലാരിഫൈ ചെയ്തിട്ടേ പറ്റുള്ളൂ, ക്ലിയർ ചെയ്തേ നടക്കുകയുള്ളൂ എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ അന്നും നമ്മൾ ഇതിൻ്റെ പുറകെ ഓടേണ്ടി വരും അല്ലേ? അപ്പം നമുക്ക് കാറ്റഗറി 1ഉം 2ഉം 3ഉം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളവർ അത് 3ഉം എഴുതുക. സെപ്പറേറ്റ്ലി നിങ്ങൾ അതിന് എലിജിബിലിറ്റി നേടി വെക്കുക. 2ഉം 3ഉം എഴുതാൻ പറ്റുന്നവർ അത് 2ഉം എഴുതി എലിജിബിലിറ്റി ക്ലിയർ ചെയ്ത് വെക്കുക. അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ കുട്ടികളോട്. എപ്പോഴും അങ്ങനെയാണ് പറയുക. നമുക്ക് എഴുതാൻ പറ്റുന്നത് എലിജിബിലിറ്റി എക്സാമുകൾ വേണ്ടതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇപ്പം നിലവിൽ സെറ്റ് ഉണ്ടെങ്കിൽ ടെറ്റ് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്ത് പോന്നിരുന്നത് അല്ലേ? അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ പലരും ടെറ്റ് എഴുതാത്തവരുണ്ട്, സെറ്റ് കിട്ടിയവർ. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുകയാണ് ഏതായാലും. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളെ ബാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് 2 എഴുതാം, 3ഉം എഴുതാമെങ്കിൽ 2ഉം എഴുതി അത് ക്ലിയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഓൾറെഡി അധ്യാപന ജോലിയിലുള്ളവരും നിങ്ങൾ നോക്കിയാൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ 5 വർഷത്തിൽ കുറവുള്ളവർക്കാണ് ഇളവ് കിട്ടിയിട്ടുള്ളൂ. അതിനും ഒരു നിബന്ധനയുണ്ട്. എന്താണ്, അവർക്ക് പ്രമോഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ 5 വർഷം ഉള്ളവരും എന്ത് ചെയ്യണം, ഈ രീതിയിലുള്ള ടെറ്റ് എക്സാം പാസ്സായിട്ടിരിക്കണം അല്ലേ? അവരുടെ യോഗ്യത എക്സാം എന്താണോ അത് ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെയൊന്നും വേണ്ട, ഒന്ന് പോയാൽ മതി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം താഴെയുള്ളവർക്ക് ഈ രീതിയിൽ തുടരാം. ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും 2 വർഷത്തിനുള്ളിൽ ഇത് ക്ലാരിഫൈ ചെയ്യണം. 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയുന്നത്, സർവീസിൽ നിന്ന് വിരമിച്ചോളൂ അല്ലേ? അപ്പോൾ എന്താണ്, നിങ്ങൾ എത്ര കാലം വർക്ക് ചെയ്തോ ആ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു എന്താ പറയുക ആനുകൂല്യങ്ങൾ നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ആനുകൂല്യങ്ങൾക്കുള്ള രീതിയിലുള്ള സർവീസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അപേക്ഷ, അവരുടെ നിവേദന പ്രകാരം സർക്കാരിന് തീരുമാനമെടുക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, എത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് അല്ലേ? അപ്പം അധ്യാപക സംഘടനകളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഇതിൽ ചെറിയ മാറ്റമൊക്കെ വരുത്താൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, ഒരിക്കലും
ഈ നിയമം പാടെ മാറിപ്പോവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഇളവ് 5 വർഷം എന്നുള്ളത് ചിലപ്പോൾ 10 വർഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇളവിൻ്റെ ബേസിൽ മാത്രമേ ഈ ഇടപെടലുകൾക്ക് ഒരു എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും ചെറിയ എക്സെപ്ഷൻസ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ BEd ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഓർക്കുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാറ്റഗറി എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. ഏതൊക്കെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഹയർ ലെവൽ ക്ലിയർ ചെയ്തു എന്ന് വെച്ച് ലോവർ ലെവലിലേക്ക് പോവാതിരിക്കരുത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ 2 എഴുതാൻ പറ്റുന്നവർ 2ഉം 3ഉം സെറ്റും എല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ ആണല്ലോ? നെറ്റ്, സെറ്റ്, MEd, PhD മുതലായ ഉയർന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും ടെറ്റ് നിർബന്ധമായും ഒരു തസ്തികയിലേക്കും ടെറ്റില്ലാത്ത സ്ഥാനക്കയറ്റം സാധ്യമാവുകയില്ല അല്ലേ? പുതുതായ നിയമനം നേടുന്നവർക്ക് നിയമന സമയത്തു തന്നെ ടെറ്റ് അല്ലെങ്കിൽ CTET യോഗ്യത ഉണ്ടായിരിക്കണം. ആദ്യം നിയമനവും പിന്നീട് ടെറ്റ് യോഗ്യതയും എന്ന രീതി ഇനി അനുവദിക്കില്ല. നെറ്റ്, സെറ്റ്, MEd, PhD, MPhil തുടങ്ങിയ ബിരുദങ്ങൾ ടെറ്റിന് പകരമാവില്ല എന്നാണ് ഉയർന്ന യോഗ്യതകളെക്കുറിച്ച് നൽകുന്ന വിശദീകരണം. ടെറ്റ് എന്നത് കുട്ടികളുടെ ബോധനശാസ്ത്രത്തിലും അധ്യാപന അഭിരുചിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് അക്കാദമിക് ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് എല്ലായിടത്തും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളിത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഓൾറെഡി സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ആയിട്ട് നമ്മളൊരു എക്സാം സ്പെഷ്യൽ ബാച്ച് 2026 എയിം ചെയ്തിട്ട് ആദ്യ തവണ തന്നെ ഇനി വിളിക്കാൻ പോകുന്ന കേട്ടറ്റ് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മൾ കോൾ ഫോർ ചെയ്യാണ് ബാച്ച് 22 മുതൽ നമ്മൾ അതിൻ്റെ ഡെമോ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ ബാച്ചുകൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ടായിരിക്കും. കാറ്റഗറി 1, 2, 3, 4 എല്ലാ സബ്ജക്റ്റിനെയും കോച്ചിങ് ടോസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ അക്കാഡമിയിൽ എന്താണോ പഠിപ്പിക്കുന്നത് അവിടെ നടത്തുന്ന എക്സാമുകൾ നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ സ്പെഷ്യലി അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ, അതായത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളോടുകൂടെ സിങ്ക് ചെയ്ത് പഠിച്ചു പോകാവുന്ന രീതിയിൽ, ഒരു ബേർഡൻ ആവാതെ പഠിച്ചു പോകാവുന്ന രീതിയിൽ ബൾക്കായിട്ട് കണ്ടന്റ് തരിക എന്നല്ല ഉദ്ദേശം. ഹൈലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ആദ്യ തവണ തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് നേടിത്തരിക എന്നുള്ളതാണ് ടോസ് അക്കാഡമിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫാക്കൽറ്റീസ് എല്ലാവരും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. അതെല്ലാം എക്സാം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ ടോസ് അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ഇപ്പോൾ ക്ലാസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായിട്ടിരുന്ന് കാണാം. വൺസ് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം കഴിയുന്നത് വരെ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഏത് സമയവും അവൈലബിൾ ആയിരിക്കും. എല്ലാ വീക്ക്ലിയും നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. മന്ത്ലി റിവിഷൻ എക്സാമുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ലൈവ് ഓറിയൻറ്റേഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. PYQ അനാലിസിസ്, PYQ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, എക്സാം ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അല്ലാതെ അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ധാരാളം ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പാസ്സാവേണ്ട രീതിയിൽ എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് ടോസ് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് ഫാക്കൽറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡെമോ സെഷൻ കണ്ട് നിങ്ങൾക്ക് ഉറപ്പായി ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോയിൻ ചെയ്താൽ ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്തിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് മതി നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെമോ സെഷനിലേക്ക് എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഡെമോ നിങ്ങൾ കാണുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് തുടരാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡെമോയൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ 2026 ആദ്യത്തെ കേട്ടറ്റ് എക്സാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. എക്സാം സ്പെഷ്യൽ ബാച്ചാണ്. നന്നായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. നല്ല രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ടോസ് അക്കാഡമിയിലേക്ക് വെൽക്കം ചെയ്യാണ്. ധാരാളം സ്റ്റുഡൻസിനെ ഓരോ തവണയും കേട്ടറ്റും സെറ്റും ഒക്കെ ഈവൻ നെറ്റിൽ വരെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കെല്ലാം നമ്മൾ
ഓരോ കുട്ടികളെ ഇതിലേക്ക് വിജയിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ എല്ലാവർക്കും അഭിമാനമാണ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഈ ഒരു സെഷനെക്കുറിച്ച് ആലോചിക്കുക. താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.